എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിന് ഉപരി എങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ കുറേ കൂടെ പവർഫുൾ ആക്കുക എന്നുള്ളൊരു മെത്തേഡാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി എഴുതുക. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ ഡേയിലും എന്തെങ്കിലും 3 കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങളെങ്കിലും നമ്മൾ താങ്ക് യു യൂണിവേഴ്സിന് പറഞ്ഞിട്ട് എഴുതി ഇതുപോലെ, ഇതിപ്പോൾ ജാറിനല്ല, ഇതൊരു സാധാരണ ഒരു കുപ്പി ഉണ്ടായിരിക്കില്ല, ഒരു ജാർ പോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇട്ട് വയ്ക്കുക. ഇതിപ്പോൾ എൻ്റെ ഇത് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ വേണമെങ്കിലും ഇട്ട് വയ്ക്കാം, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സോ എല്ലാവരും ഓരോ ദിവസവും നിങ്ങളുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ താങ്ക് യു ആയിട്ട് ജേർണൽ ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ മുന്നേ ചെയ്തവരുണ്ടായിരിക്കും. സോ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ കുറേം കൂടെ പവർഫുൾ ആക്കാനും ഈസി ആക്കാനും സിമ്പിൾ ആക്കാനും അല്ലെങ്കിൽ കുറേം കൂടെ നമുക്ക് ആ ഒരു എന്താ പറയുക കുറച്ചും കൂടെ പവർഫുൾ, എക്സ്ട്രീംലി പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻലി എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് ഇതുപോലത്തെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ A4 ഷീറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്താലും മതി. ആൻഡ് നിങ്ങൾക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക, ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലെങ്കിൽ റെഡ് ഓർ ഗ്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും കളർഫുൾ സ്കെച്ചസ് ഒക്കെ യൂസ് ചെയ്യാം. ബ്ലാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക, ബ്ലാക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാരണം ബ്ലാക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കളറാണ്. ആൻഡ് ഡെയിലി 3 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും എഴുതാം. ഒന്നല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും നടന്നു കഴിഞ്ഞതിനും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും എഴുതാം. 3 ഗ്രാറ്റിറ്റ്യൂഡ്, മിനിമം 3 എഴുതാം. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ ഇടാം. ഇതുപോലെ ഒരു എഫർമേഷൻസ് എഴുതാൻ നിങ്ങൾക്ക് മടക്കി ഇതിലിടാം. അങ്ങനെ 3 മിനിമം ആണ് 3. അത് നിങ്ങൾക്ക് ഇന്നൊരു ചെറിയ മിഠായി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ആയിരിക്കാം. ഡെയിലി എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നോ യൂണിവേഴ്സ് അത്രയധികം നമുക്ക് കൂടുതൽ നന്ദി പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരും എന്നാണ് പറയുക. അത് ശരി തന്നെയാണ്. നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നു, ഒരാളോട് നമ്മൾ എപ്പോഴും താങ്ക് യു പറയും, ഒരാളെ എപ്പോഴും നമ്മളോട് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിനും. ഇനി നമുക്ക് ഈ ഒരു അഫർമേഷൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുക. സ്വിച്ച് വേർഡ്സ് എന്താണെന്നും നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്വിച്ച് വേർഡ്സും ഞാൻ താഴെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. എന്താ സ്വിച്ച് വേർഡ് എന്നും എങ്ങനെ സ്വിച്ച് വേർഡ്സ്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ലവ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ഞാൻ ഇതിൽ എഴുതി കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാണെന്ന് വിചാരിക്കുക. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ അട്രാക്റ്റിംഗ്. ഇപ്പോൾ ട്രൂ ജെനുവിൻ ലവ് അട്രാക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ട്രൂ ജെനുവിൻ ലവ് ഇൻ മൈ ലൈഫ്. ടുഗെദർ ലവ്, ഹാർമണി. കണ്ടോ? ഇതാണ് സ്വിച്ച് വേർഡ്സ്. സ്വിച്ച് വേർഡ് പല രീതിക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈഫിലനുസരിച്ചൊരു സ്വിച്ച് വേർഡ് എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് വേണമെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു പവർഫുൾ ഏഞ്ചൽ നമ്പറാണ് 1176. 1176 നിങ്ങൾക്ക് ഏതൊരു മാനിഫെസ്റ്റേഷൻ, ഏതൊരു അഫർമേഷൻസിൻ്റെ കൂടെ ഞാൻ 1176 അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ എഴുതി 1176 അല്ലെങ്കിൽ 1176 നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1111 യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏഞ്ചൽ നമ്പേഴ്സ്, അത് 1176 യൂസ് ചെയ്യുന്ന ഏഞ്ചൽ നമ്പർ വിഷ് ഫുൾഫിൽമെൻറ്റിനാണ്. സോ അതും യൂസ് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ചെയ്യുമ്പോൾ ഈ 1176 കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വിച്ച് വേർഡും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ മടക്കി ഇതുപോലെ ഇതെനിക്ക് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ നമുക്ക് ഓരോ ദിവസം അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റിയാണ്. നമ്മൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ കൂടെ നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കൂടെ നമ്മൾ വളരെയധികം ഒരു പോസിറ്റീവ് വൈബ്രേഷനും കൂടെ ആവുകയാണ്. സോ നമുക്ക് ഡെഫിനറ്റ്ലി സ്വിച്ച് വേർഡ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഈ 1176 എന്ന് പറഞ്ഞുള്ള പവർഫുൾ ഏഞ്ചൽ നമ്പറാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ പിന്നീട് വൈകാണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ടാറോ റീഡിങ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. പേഴ്സണൽ ഗൈഡൻസ് സെഷൻസ് ഒക്കെ വേണം, മാനിഫെസ്റ്റേഷൻ കോച്ചിങ്സ് വർക്ക്ഷോപ്സ് ഒക്കെ എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ ഇതൊരു
ചെറിയൊരു അറിയിപ്പ്, ഒരു ഹോപ്പുണൊപ്പുണ ബുക്കാണ് ഇത്. നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ ഏതൊരു ഏരിയാസിന് വേണ്ടിയിട്ടും, അതിപ്പോൾ ലവ് ആണെന്നുണ്ടെങ്കിലും കരിയർ ആണെന്നുണ്ടെങ്കിലും ഒരു ഹീലിംഗ് ബുക്കാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഹീലിംഗ് ബുക്കാണ്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയ ഓഫ് ലൈഫിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം അടങ്ങിയിട്ട് ബോത്ത് രണ്ടും ഒരുമിച്ചാണ്, എല്ലാ ഹീലിങ്ങിലുള്ളൊരു ബുക്കാണ്. സോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഓരോ ദിവസവും നിങ്ങളുടെ ഒരു ഹീലിംഗ് ജേർണി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരു 42 ഡേ ഹീലിംഗ് ജേർണി നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ, കോൺടാക്ട് ചെയ്യേണ്ടതൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസവും മിനിമം 3 ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നന്ദി പറയുക. പിന്നെ നിങ്ങൾക്ക് ആ 3 ഡെയിലി നിങ്ങൾക്ക് 3 കാര്യങ്ങൾ, അന്ന് നടന്ന 3 കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ്, പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ ഇപ്പോൾ 5 എണ്ണോ 10 എണ്ണോ ഇട്ടുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല, ബട്ട് മിനിമം 3 എണ്ണെങ്കിലും ഇടാൻ നോക്കുക. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ എല്ലാ എഫർമേഷൻസ് എഴുതും, അതിൻ്റെ ഒപ്പം 1176 എഴുതുക, ഒപ്പം എന്തെങ്കിലും അതിൻ്റെ റിലേറ്റഡ് സ്വിച്ച് വേർഡ് എഴുതാം. സോ നമ്മൾ ഒരു കാര്യത്തിനോട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കുമ്പോൾ, ഇപ്പം മണി സ്വിച്ച് വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഡിവൈൻ, കൗണ്ട്, നൗ. അപ്പോൾ നിങ്ങൾ മണി അട്രാക്ട് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ മണി അഫർമേഷൻസിൻ്റെയും കൂടെ ഈ ഒരു സ്വിച്ച് വേർഡ് ആഡ് ചെയ്യുക. ലവ് അട്രാക്ട് ചെയ്യുന്നവരാണെങ്കിൽ ലവിൻ്റെ കൂടെ എഫർമേഷൻസ്, സ്വിച്ച് വേർഡ്സ് ഒക്കെ ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ എല്ലാ ഏരിയ ഓഫ് സ്വിച്ച് വേർഡ്സും ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഫ്രീ ആയിട്ട് PDF അവൈലബിൾ ആക്കി വൈകാണ്ടിനെ തരുന്നതായിരിക്കും. സോ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് ഈ 1176 എന്നുള്ള നമ്പറും കൂടെ പവർഫുൾ ഏഞ്ചൽ നമ്പറാണ്. 1176 നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിനും എല്ലാ അഫർമേഷൻസിനും കൂടെ ഈ ഏഞ്ചൽ നമ്പർ എഴുതാം. ആൻഡ് ഈ ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ഇടാം, ഞാൻ ഡെഫിനറ്റ്ലി ചെയ്തു തരുന്നതായിരിക്കും. സോ എല്ലാവരും നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ് കോൺഷ്യസിൽ പെട്ടെന്ന് കയറുന്നതാണ്. നമ്മുടെ എഫർമേഷൻസിനൊക്കെ നമ്മൾ എഴുതുകയാണ്, പ്ലസ് സ്വിച്ച് വേർഡും കൂടെ യൂസ് ചെയ്യുകയാണ്, പ്ലസ് നമ്മൾ ആ ഒരു എനർജിയും ആ ഒരു ഫീലിംഗ് ഇതിൽ കൊടുക്കുമ്പോൾ വളരെയധികം പവർഫുൾ ആയിരിക്കും. പ്ലസ് നമ്മൾ ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം പവർഫുൾ ആവും, ഭയങ്കര അധികം പവർഫുൾ ആവും. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മന്ത്രാസ് എഴുതണമെങ്കിൽ, നിങ്ങൾക്ക് പ്രേയേഴ്സ് എഴുതണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ എഫർമേഷൻസിൻ്റെ കൂടെ നിങ്ങളുടേതായിട്ടുള്ള റിലീജിയസ് പ്രെയർ എഴുതാം. ഇപ്പോൾ ഓം നമ ശിവായ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ്, മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ്, അങ്ങനെ റിലീജിയൻ ഇങ്ങനതൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിലീജിയൻ കണക്റ്റഡ് ആവുന്ന ഒരു പ്രെയർ അല്ലെങ്കിൽ കണക്റ്റഡ് ആവുന്ന ഒരു പവർഫുൾ ഡേറ്റിയുടെ ഒരു ഇത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് എഫർമേഷൻസിൻ്റെ ഒപ്പം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ കണക്റ്റഡ് ടു ഡിവൈൻ അല്ലേ. സോ നമ്മളത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഇതേ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ എഴുതുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 1 ആണെന്നുണ്ടെങ്കിലും 3 ടൈംസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കണക്റ്റഡ് ആണ് അതിൻ്റെ ഒപ്പം അല്ലേ. സോ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടുക തന്നെ ചെയ്യും. സോ നിങ്ങൾക്ക് നമ്പേഴ്സായിട്ട് കണക്ട് ചെയ്യാം, സ്വിച്ച് വേർഡ്സ് ആയിട്ട് കണക്ട് ചെയ്യാം, ഏഞ്ചൽ നമ്പേഴ്സായിട്ട് കണക്ട് ചെയ്യാം, പ്രേയേഴ്സായിട്ട് ഡിവൈനായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ എല്ലാം ആഗ്രഹത്തിന് ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഡിവൈൻ മാജിക് ബിഗിൻസ് നൗ ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടെ പവർഫുൾ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് പ്യുവർലി ഒരു ഇൻറ്റ്യൂട്ടീവ്ലി ഗൈഡഡ് ഒരു തിങ്ങാണ്. ഞാൻ പെട്ടെന്ന് എവിടെയും കണ്ടിട്ടെന്നല്ല, എനിക്കായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നിയിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാവരും ചെയ്യുക, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജാറൊക്കെ ഉണ്ടാക്കുക, എല്ലാവരും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ആൻഡ് അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നന്ദി പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആൻഡ് ടിൽ ദെൻ സ്റ്റേ ബ്ലെസ്ഡ്. എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക, എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.